ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോഴ്സ് സെറ്റിങ്സിൽ എങ്ങനെ ഈ വീക്ക്ലി ഷെഡ്യൂൾ എന്നുള്ളതിൽ നിന്ന് മാറ്റി മന്ത്ലി അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ആക്കി മാറ്റാം എന്നുള്ളതാണ്. അതിൽ പതിവ് പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഈ എഡിറ്റ് സെറ്റിങ്സിലേക്ക് പോയിട്ട് ടേൺ എഡിറ്റിംഗ് ഓൺ ആക്കുക. ഇപ്പോൾ അത് ഓഫായിട്ട് മറ്റേ ഓണായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടേക്ക് വരിക. അതിനുശേഷം എഡിറ്റ് സെറ്റിംഗ് ആയി ഇതിലേക്ക് വന്നു. ഈ ഇതുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. കോഴ്സ് ഫോർമാറ്റ് എന്നുള്ളതിലേക്ക് വരിക. കോഴ്സ് ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഇതിൽ വീക്ക്ലി ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സിംഗിൾ ആക്ടിവിറ്റി ഫോർമാറ്റ്, ടോപ്പിക്സ് ഫോർമാറ്റ്, സോഷ്യൽ ഫോർമാറ്റ് എന്ന് പല തരത്തിൽ വരും. നമുക്ക് വേണ്ടത്, നമ്മളിപ്പോൾ ഈ ഒരാഴ്ച ചിലപ്പോൾ 2 അല്ലെങ്കിൽ ചിലപ്പോൾ 3, ചിലപ്പോൾ ഒരെണ്ണം എടുക്കുള്ളൂ. അപ്പം അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഒരു ഫ്രീഡം വേണമെന്ന് വെച്ചാൽ നമുക്ക് ടോപ്പിക്സ് ഫോർമാറ്റ് എടുക്കുകയാണ് ഏറ്റവും സൗകര്യം. അതുകൊണ്ട് ഞാൻ ടോപ്പിക്സ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. ടോപ്പിക്സ് ഫോർമാറ്റിൽ മാറ്റിയിട്ട് വീണ്ടും സേവ് ആൻഡ് റിട്ടേൺ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ വീക്ക് 1 വീക്ക് 2 എന്നൊക്കെ പറഞ്ഞ് കണ്ടത് ടോപ്പിക് 1 ടോപ്പിക് 2 എന്നായിട്ട് മാറ്റി. അപ്പോൾ ഇതിലത്തെ ജനറൽ എന്നുള്ള ഭാഗം കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷം ടോപ്പിക് 1 എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ പേര് നമുക്ക് മാറ്റണം എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, എഡിറ്റിലേക്ക് പോവുക. എഡിറ്റ് ടോപ്പിക് എന്നുള്ളത് എടുക്കുക. എഡിറ്റ് ടോപ്പിക് എടുക്കുമ്പോൾ കസ്റ്റം എന്നാക്കുക. അതെപ്പോഴും നോക്കണം. അതിനുശേഷം നമ്മൾ ഇപ്പോൾ മൈ ടോപ്പിക് എന്നുള്ളതാക്കുക. നമ്മളൊരു മാറ്റണം, അത്രയല്ലോ. മൈ ടോപ്പിക് 1. അതിനുശേഷം നമ്മൾ ഈ മൈ ടോപ്പിക് 1 എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു ബ്രീഫായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ചേർത്തു. എന്തൊക്കെയോ നമുക്ക് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം സേവ് ചേഞ്ചസ് എന്ന് പറഞ്ഞു. നമ്മളെ കാര്യങ്ങൾ മാറി. അപ്പോൾ നമ്മൾ മൈ ടോപ്പിക് 1 എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ടോപ്പിക്ക് എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞു. ഇനി ഇപ്പോൾ നമ്മൾ 4 ടോപ്പിക്കുകളാണ് ബൈ ഡിഫോൾട്ട് വന്ന് എടുക്കുന്നത്. ഇനി നമുക്ക് കൂടുതൽ ടോപ്പിക്ക് വേണമെങ്കിൽ ചേർക്കാം. അതിൻ്റെ അടിയിൽ ആഡ് ടോപ്പിക് എന്നുള്ളത് കൊടുക്കുക. എത്ര ടോപ്പിക്ക് വേണമെന്നുള്ളത് പറയാം. എനിക്ക് ഈ സീരീസിൽ എനിക്കൊരു 10 ക്ലാസ്സും കൂടി എടുക്കണമെന്നാണ് എൻ്റെ ഒരു മോഹം. അങ്ങനെയാണെങ്കിൽ 10 ടോപ്പിക്ക് കൊടുക്കണം എന്ന് പറയാം. 10 ടോപ്പിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ എടുക്കണം. മനസ്സിലായി? 14 എണ്ണമായി മാറി. ഇനിയും കൂട്ടണമെങ്കിൽ കൂട്ടാം. മനസ്സിലായില്ലേ? അപ്പോൾ 14 ടോപ്പിക്കുകൾ എടുക്കാനുള്ള സംവിധാനം ചെയ്തതിന് ശേഷം ഞാനിവിടെ ഇതിലേക്ക് വീണ്ടും വന്നു. എന്നിട്ട് ടേൺ എഡിറ്റിംഗ് ഓഫ് എന്ന് പറഞ്ഞു. ടേൺ എഡിറ്റിംഗ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് അങ്ങനെ 14 ടോപ്പിക്ക് അടങ്ങുന്ന ഒരു സംഭവമായിട്ട് മാറി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. താങ്ക് യു.